തീർച്ചയായും എന്നോടൊപ്പം ഇപ്പോൾ സുന്ദർ മേനോൻ തന്നെയുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും കടുത്തൊരു നിലപാടിലേക്ക് നമ്മൾ പോയത്? അത് ഒരുപാട് മീറ്റിംഗ് ഈ പൂരവുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാവരും ഞങ്ങൾ ആവർത്തിച്ച് ഞങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് അവരോട് പറയുകയുണ്ടായിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ഈ മഠത്തിലെ വരവ് രാത്രി വരുമ്പോൾ എല്ലാ സ്ഥലത്തും ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് സുരക്ഷാ നടപടികളുടെ ഭാഗമായി എല്ലാ സ്ഥലങ്ങളും ബ്ലോക്ക് ചെയ്യണം, ഒരു ബാരിക്കേഡ് വെച്ചിട്ട്. അത് ജനങ്ങൾക്ക് അകത്തോട്ട് വരാനും ഈ പൂരം ആസ്വദിക്കാനും കഴിയാത്ത ഒരു രീതിയായി മാറിയിരിക്കുന്നു. അത്രയും നേരത്തെ വെടിക്കെട്ടിന് ബ്ലോക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ 4 മണി, ഇനി 1 മണിക്കൂർ വൈകിച്ചിട്ടാണെങ്കിലും ഞങ്ങൾ റെഡിയായിരുന്നു. പക്ഷെ എല്ലാവർക്കും ഇത് ആസ്വദിക്കാൻ കഴിയണം. ഞങ്ങൾ എന്തിനാണ് ബുദ്ധിമുട്ടി ഇത്രയും 6 മാസം കഷ്ടപ്പെട്ട് ഇത്രയും ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് ഞങ്ങൾ പൂരം നടത്തുന്നത് ജനങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് സർക്കാരും അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും പൂർണ്ണമായിട്ട് ഞങ്ങളോട് സഹകരിച്ചാലേ ഇത് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ദേവസ്വം ഭാരവാഹികൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായി, അവരെയൊക്കെ മർദ്ദിക്കുന്ന രീതിക്ക് കാര്യങ്ങൾ എത്തിയിരുന്നോ ഇന്നലെ? ചില സംഭവങ്ങൾ, ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു കേട്ടു ഞാൻ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വിളക്ക് പിടിക്കുന്ന വാരരെ അടിക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞു. ഇത് ഇവിടെ തൃശ്ശൂരിൻ്റെ പൾസ് അറിയാവുന്ന, ഈ തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് അറിയാവുന്ന നല്ല നല്ല ഉദ്യോഗസ്ഥർ മുമ്പുണ്ടായിരുന്നു. അവർക്കറിയാം എങ്ങനെ ഇത് നടത്തണം. അനാവശ്യ നിയന്ത്രണങ്ങൾ, കടുത്ത നിയന്ത്രണങ്ങളില്ലാതെ എങ്ങനെ ഭംഗിയായിട്ട് തൃശ്ശൂർ പൂരം നടത്തണം എന്നറിയാവുന്നവരുണ്ട്. ഇപ്പോഴത്തെ കമ്മീഷണർ എന്താ പറയുന്നത്? അല്ല, ഇപ്പോഴത്തെ കമ്മീഷണർ കഴിഞ്ഞ വർഷം ആദ്യമായിട്ടാണ് പൂരത്തിന് വന്നത്. ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ഞങ്ങൾ പറഞ്ഞു, അദ്ദേഹം വളരെ ഫ്രണ്ട്ലിയാണ്, അല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷേ അദ്ദേഹം കൊടുത്ത നിർദ്ദേശങ്ങൾ പാലിക്കാതെയാണോ മറ്റുള്ള ഉദ്യോഗസ്ഥർ ഇത് ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല. പോലീസിനെ നിയന്ത്രിക്കാൻ ആളില്ലാത്തൊരവസ്ഥയായി അങ്ങനെ വേണം പറയാൻ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസിൻ്റെ അറിയാലോ, വിന്യസിക്കുകയാണ്. പണ്ടൊന്നും ഇല്ലാത്ത മാതിരി സേനകളെ തന്നെ വിന്യസിച്ചിരിക്കുക. പിന്നെ എന്താ പറയുക, എവിടെ നോക്കിയാലും കർശനമായ ജനങ്ങളെ തെക്കോട്ടിറക്കത്തിന് ഇന്നലെ വളരെ ഭംഗിയായിട്ട് നടന്നു. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ കമ്മീഷണറെ വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചിരുന്നു. വളരെ അതിമനോഹരമായി നിങ്ങൾ നടത്തി എന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഞങ്ങളെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. ഈ കാണാൻ വന്ന ആളുകളൊക്കെ പലരും പറയുന്നത് അടുത്ത കൊല്ലം ഞങ്ങൾ തൃശ്ശൂർ പൂരത്തിനില്ല എന്ന് പറയുന്ന ഒരുപാട് ദൂരെ നിന്ന് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുന്നത് നമ്മളെ സംബന്ധിച്ചോളം അവരുടെ ഒരു മാനസികാവസ്ഥ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദൂരത്തുനിന്ന് വരുന്ന, പ്രത്യേകിച്ച് സ്ത്രീകളും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അവരെയൊക്കെ ഈ റൗണ്ടിൽ കയറ്റാതെ ഈ വഴികളിലൊക്കെ എത്രയോ നേരം ശ്വാസം മുട്ടിക്കൊണ്ടാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു അവരുടെ ഒരു വിഷമം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇവർ ഇനിയെങ്കിലും ഇപ്പം ഇന്നും വെടിക്കെട്ട് അതിമനോഹരമായിട്ട് വെടിക്കെട്ട് നടന്നു. ഒരു നിയന്ത്രണവുമില്ലാതെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഞങ്ങൾക്ക് ഉറപ്പ് തന്നു, കർശനമായ തീരുമാനങ്ങളൊന്നും ഞങ്ങൾ കൈക്കൊള്ളണം എന്ന്. സുരക്ഷാ നടപടിയുടെ കാര്യത്തിൽ കർശന നടപടി കൈക്കൊള്ളേണ്ട ആവശ്യമാണ്. അല്ലാത്ത കാര്യത്തിന് ഓരോ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു ഇതൊരു വെറുതെ ഒരു പാളിച്ച ഉണ്ടായതായി മാത്രം കണക്കാക്കാൻ പറ്റുമോ, അതോ ഇതിന് പിന്നിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ നടന്നതായി സംശയിക്കുന്നുണ്ടോ? അത് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ എല്ലാ വർഷവും തൃശ്ശൂർ പൂരം വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നു. കാരണം ഞങ്ങൾക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഇത് വരുന്നത്. കാരണം അനേക മാസത്തെ കഠിനമായ പരിശ്രമമാണ് ഇങ്ങനെ ഇത്രയും ഗംഭീരമായ ലോകപ്രശസ്തമായ ഒരു പൂരം ഇത്ര നന്നായിട്ട് നടന്നു പോകുന്നു. അത് ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ കാരണം ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ ജനങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഒഴുകിയെത്തുന്നു, എല്ലാവരും ആസ്വദിക്കുന്നു. അത് കഴിഞ്ഞാൽ എല്ലാ ഉത്തരവാദിത്വം ഞങ്ങളുടെ, അതായത് പ്രസിഡൻറ്റ്, സെക്രട്ടറി, മറ്റു ഭാരവാഹികളുടെ ചുമതലയാണത്. അതായത് മറ്റുള്ള കാര്യങ്ങൾ, കോടതി, ഞങ്ങൾ കേസിന് തന്നെ ആർക്ക് വേണ്ടി നടത്തുന്നു എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഇതിന് പിന്നിൽ അതൊന്നും പറയാൻ പറ്റില്ല. നേരെ ഒരുപാട് പേരുണ്ട്. ഇതൊന്ന് നിന്ന് കാണണം, നിലച്ച് കാണണം എന്ന് വിചാരിക്കുന്ന ഒരുപാട്
വ്യക്തികളുണ്ട്. തൃശ്ശൂർ പൂരം നിലച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു എന്താ പറയുക, ഇതാണല്ലോ കോടതിയിലൊക്കെ ഇങ്ങനെ, അതായത് 11-ാം തീയതി ആനകളെ സംബന്ധിച്ചുള്ള ഒരു ഓർഡർ കൊണ്ടു കൊടുക്കുക, അത് 12-ാം തീയതി കോടതിയിൽ നിന്നും ഒരു ഉത്തരവായിട്ട് ഇറങ്ങുക. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമല്ലേ. തൃശ്ശൂർ പൂരം അടുക്കുമ്പോൾ എല്ലാ വർഷവും ഇത് ഞങ്ങൾക്ക് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. പൂരം നടത്തിപ്പ് തന്നെ ഒരു പാടുപെട്ട അല്ലെങ്കിൽ ഒരു ഭാരിച്ചൊരു ചുമതലയാണ്. അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള ഈ നൂലാമാലകൾ കൂടി പരിഹരിക്കേണ്ട ഒരു സ്ഥിതി നിങ്ങളിലേക്ക് എത്തിയെന്നാണ് പറയുന്നത്. തീർച്ചയായും അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഈ പൂരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നേരെ ഹൈക്കോടതിയും ഇതുമായിട്ട് നടക്കേണ്ട. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ചെരുപ്പിൻ്റെ, ഞാൻ ചെരുപ്പിടാതെയാണ് അകത്ത് കയറിയത്. തിരിച്ചു വരുമ്പോൾ എൻ്റെ ചെരുപ്പ് അവിടെ ഇല്ല. ഇത്തരം അതായത് പ്രായോഗികമല്ലാത്ത പല കാര്യങ്ങളും ഈ തൃശ്ശൂർ പൂരം മാതിരി ഒരു എന്താ പറയുക, എല്ലാ ഭാഗത്തു നിന്നും ജനങ്ങൾ ഒഴുകിയെത്തുന്ന സ്ഥലത്ത് അതെങ്ങനെ നടത്തണം, എങ്ങനെയൊക്കെ ഇത് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതിനോട് സഹകരിച്ചുകൊണ്ട് എല്ലാവരും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് വളരെ ഭംഗിയായിട്ട് നടന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി അത്ര എളുപ്പമല്ല പൂരം. സഹകരിക്കാത്ത ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും അതിൽ യാതൊരു സംശയമില്ലല്ലോ. വളരെ മോശമായ പെരുമാറ്റം. പ്രസിഡന്റ്, ഇപ്പം ഞാൻ ഈ പ്രസിഡന്റ് എന്നുള്ള ഇത് കാണിച്ചു കൊടുത്താൽ തന്നെ എന്നോട് വളരെ മോശമായ രീതിയിൽ പെരുമാറിയ ഒരു സംഭവം, ഒരു അനുഭവം എനിക്കിന്ന് രാവിലെ ഉണ്ടായി. മനസ്സിലായി. അപ്പോൾ സാധാരണക്കാരുടെ ഇത് സ്ഥിതി എന്തായിരിക്കും? അപ്പോൾ പ്രസിഡന്റിന് പോലും ഈ നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ട് മോശം അനുഭവം ഉണ്ടായി. വളരെ മോശമായ അനുഭവം ഇന്ന് രാവിലെ ഉണ്ടായി. ഇവിടെ എൻ്റെ തറവാട്ടിലേക്ക് വരുമ്പോൾ വെടിക്കെട്ടിൻ്റെ ഇവിടുന്ന് അത് എല്ലാം കുറ്റിയൊക്കെ അടിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ എനിക്കുണ്ടായ അനുഭവമാണ്. ഞാൻ സംഭവിച്ചെന്താ, എന്നോട് പറഞ്ഞു പോവുകയാണെങ്കിൽ പേര് പറഞ്ഞിട്ട് പോകണം, തിരിച്ചിങ്ങോട്ട് കയറണമെങ്കിൽ അറിയിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അതിൻ്റെ പ്രസിഡൻ്റാണ്, ആരായാലും ശരി, അത് നമുക്കറിയേണ്ട കാര്യമില്ല. അപ്പോൾ പിന്നെ എന്തിനായി പാസ്? ഞങ്ങൾ പാസ് ഇഷ്യൂ ചെയ്യുന്നത് ഇത് ഒരു തിരിച്ചറിയൽ കാർഡ് മാതിരിയാണല്ലോ പാസ്. അപ്പോൾ അത് പോലും മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അവരൊരു ധാർഷ്ട്യ സ്വഭാവം അത് മാറ്റേണ്ട കാലം കഴിഞ്ഞു. കുറച്ച് ജനകീയമാവണം. തീർച്ചയായും അല്ലേ? തീർച്ചയായും. അതായത് ഈ പൂരം തകർക്കാനുള്ള ചില ഗൂഢശക്തികളുടെ നീക്കം നടക്കുന്നുണ്ട് എല്ലാ വർഷവും. ഇത്തരം ഒരു കാര്യം ചോദിച്ചു, ഇപ്പൊ കളക്ടറുമായി നടത്തിയ ചർച്ചയിൽ ആണ് പിന്നീട് ഇന്ന് പുലർച്ചെ ഈ പൂരം വെടിക്കെട്ട് നടത്താൻ തീരുമാനമായത്. ഈ കളക്ടർ അതോടൊപ്പം തന്നെ മന്ത്രി കെ രാജനൊന്നും രാത്രി ഈ പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഇടപെട്ടില്ലേ? അപ്പോൾ ചർച്ച നടത്തിയില്ലേ? ഈ കളക്ടറും മന്ത്രിയൊന്നും ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഇടപെട്ടിരുന്നില്ലേ? അവരെല്ലാവരും ഇടപെട്ടിരുന്നു. അത് ഇത്രയും സമയം അപ്പോൾ എന്തുകൊണ്ടാണ്? അതിന് കാരണമാണ്, അതായത് ഞാനിത് ഉണ്ടായ ഉടനെ തന്നെ കളക്ടറെ ഈ വിവരം അറിയിച്ചു. അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ പന്തലിൻ്റെ ലൈറ്റൊക്കെ എല്ലാം ഓഫ് ചെയ്തിരുന്നു. ഒരു ആനപ്പുറത്ത് നേരെ പന്തലിലേക്ക് വന്നു. അപ്പോൾ തന്നെ അദ്ദേഹത്തെ വിവരം അറിയിച്ചു, ഇങ്ങനെ ഞങ്ങൾ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്, ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഇടപെട്ട് ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു പന്തലിലേക്ക് വരാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു ആ സമയത്ത് പിസോ അവരുടെ ഉദ്യോഗസ്ഥർ വന്നെന്തോ കുറച്ചൊരു ഡിലേ വന്നു. ആ ഡിലേ വന്നുകൊണ്ടാണ് ഇത് പെട്ടെന്നൊരു തീരുമാനം ഉരുത്തിരിഞ്ഞ് വരാഞ്ഞത്. പക്ഷെ ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങളും നിങ്ങൾക്ക് ഈ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടാനായി ആ സമയത്ത് കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. നിങ്ങൾ വിചാരിച്ച അത്രയ്ക്ക് സ്പീഡിൽ കമ്മ്യൂണിക്കേഷൻ നടക്കാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതല്ല മൊത്തത്തിൽ, അതായത് നിങ്ങൾക്ക് അവരെ ബന്ധപ്പെടാനായി ബുദ്ധിമുട്ടുണ്ടായിരുന്നോ എന്നാണ് ഞാൻ ചോദിച്ചത്. ബന്ധപ്പെട്ടപ്പോൾ ഉടനെ അദ്ദേഹത്തിനെ കിട്ടി. പക്ഷേ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഞങ്ങളെ വന്ന് അവിടെ നടുവിലാൽ പന്തലിൻ്റെ അവിടെ വന്ന് കാണും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ആ സമയത്ത് ആളല്ല കമ്മീഷണർ, അല്ലെങ്കിൽ അതുകൊണ്ട് അവർക്ക് ഈ പൂരം എന്താണ്, പൂരത്തിന്റെ ചടങ്ങ് എന്താണ്, അതിന്റെ ആ ഒരു അനുഷ്ഠാനങ്ങൾ മനസ്സിലാകാഞ്ഞിട്ടാണോ ഈ രീതിയിൽ ജനങ്ങളെ, എന്തിനിപ്പോൾ ദേവസ്വംകാരെ പോലും ബുദ്ധിമുട്ടിക്കുന്ന, പ്രയാസത്തിലാക്കുന്ന തീരുമാനങ്ങൾ എടുത്തത്? കേരളത്തിൽ നിന്നുള്ള ഒരാൾ അവിടെ ചുമതലയ്ക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകില്ലായിരുന്നോ എന്ന് തോന്നുന്നുണ്ടോ അദ്ദേഹത്തിന്? സാധിക്കുള്ളൂ. കാരണം എല്ലാം ഞങ്ങൾ ബഹിഷ്കരിച്ച് നിർത്തിക്കഴിഞ്ഞു.
അപ്പം ഇനിയൊരു അതൊരു പൂരത്തെ കുറിച്ച് അത്ര അറിവില്ലാത്ത ആളുകൾ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ കൂടുന്നു എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫലമാണല്ലോ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അല്ലെങ്കിൽ ഇപ്പം ഇന്നലെയൊക്കെ വളരെ നന്നായിട്ട് നടന്നു കാര്യങ്ങൾ. അത് അനാവശ്യ നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ തൃശ്ശൂർ പൂരം വളരെ ഗംഭീരമാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങളുടെ വളണ്ടിയേഴ്സുണ്ട്, ഞങ്ങളുടെ ആൾക്കാരുണ്ട്, ഞങ്ങളുടെ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളുണ്ട്. ഞങ്ങൾക്കും കുറേയൊക്കെ ഇത് കുറേ വർഷങ്ങളായില്ലേ നടത്തി ഉള്ളൊരു പരിചയം. എത്ര 240 വർഷമായില്ലേ തൃശ്ശൂർ പൂരം തുടങ്ങിയിട്ട്. അപ്പോൾ ഈ അനാവശ്യ നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ തൃശ്ശൂർ പൂരം വളരെ ഭംഗിയായിട്ട് നടക്കും. പിന്നെ ഈ തിക്കും തിരക്കും ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അത് എല്ലാവരും എൻജോയ് ചെയ്യുന്നതിനേ ഇതിന് വരുള്ളൂ, മനസ്സിലായോ? അപ്പോൾ അത് നിയന്ത്രിക്കാൻ നോക്കിയാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കേ വഴിവെക്കുള്ളൂ. അതിൽ യാതൊരു സംശയമില്ല. ലിഷ, ഒരു കാര്യം കൂടി, ഇപ്പം കളക്ടർ ആദ്യം വരാമെന്ന് പറഞ്ഞ് പിന്നീട് വരാൻ വൈകിയോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഇല്ല, അത് ഞങ്ങളെല്ലാവരും ഈ ഒരാനപ്പുറത്ത് ചടങ്ങ് മാത്രമായി മടത്തിലെ വരവ് കൊണ്ടുപോകുന്ന സമയത്ത് പന്തലുകളുടെ ലൈറ്റൊക്കെ ഞങ്ങൾ ഓഫ് ചെയ്തതിന് ശേഷം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ ഞങ്ങൾ വിളിച്ചറിയിച്ചു. ഇങ്ങനെ ഞങ്ങളുടെ ഒരു പ്രതിഷേധമാണിത്. കാരണം ഒരുപാട് യോഗങ്ങൾ നമ്മൾ കൂടിയിട്ട് അതിൽ റെക്കോർഡാക്കിയിട്ടുള്ള മിനിറ്റ്സ് ആക്കിയിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പാക്കാത്തത് കൊണ്ട് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇത് നടത്താൻ സാധിക്കുന്നില്ല. കാരണം എല്ലാ സ്ഥലങ്ങളിലും ബ്ലോക്ക് ചെയ്ത് ഈ ആനകളുടെ മുമ്പിൽ അല്ലെങ്കിൽ പഞ്ചവാദ്യത്തിൻ്റെ മുമ്പിൽ ഒരാൾക്കും നിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നലെ ഉണ്ടായത്. അതുകൊണ്ടാണ് ഞങ്ങളിത് ബഹിഷ്കരിച്ചത്, മനസ്സിലായോ? അതല്ലാതെ ഞങ്ങൾക്ക് വളരെ മാനസികമായിട്ട് വളരെ വിഷമമുണ്ട്. ഭഗവതിയുടെ മഠത്തിലെ വരവ് എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ചരിത്രപ്രസിദ്ധമായ മഠത്തിലെ വരവ് ഞങ്ങൾക്ക് നിർത്തിവെക്കേണ്ടി വന്നത്. ഒരാനപ്പുറത്ത് ചടങ്ങ് മാത്രമായിട്ട് നടത്തേണ്ടി വന്നത്. അത് ഞങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട്. ഉടനെ തന്നെ ജില്ലാ കളക്ടറെ ഞങ്ങൾ അറിയിച്ചു. അദ്ദേഹം നമ്മുടെ നടുവിലാൽ പന്തലിൽ വന്ന് ഞങ്ങളുമായി ഇത് ചർച്ച ചെയ്ത് ഉടൻ തന്നെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന് പിസോ അധികാരികളായിട്ട് എന്തോ ചർച്ചകളും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല എന്നാണ് ഞങ്ങളെ അറിയിച്ചത്. പക്ഷേ ഇതിൽ അടിയന്തരമായി നടപടിയെടുക്കേണ്ട ഒരു കാര്യമായിരുന്നല്ലോ നിങ്ങളുടെ ഒരു വിഷയം എന്ന് പറയുന്നത്. പെസോ എന്ന് പറയുന്നത് വെടിക്കെട്ട് നിങ്ങൾ അനുനയത്തിലെത്തിയാൽ മാത്രമല്ലേ വെടിക്കെട്ട് നടക്കൂ. അപ്പോഴല്ലേ അവിടെ പെസോയുടെ റോള് വരുന്നുള്ളൂ. തീർച്ചയായിട്ടും വളരെ അടിയന്തരമായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഇപ്പോൾ പെരുമാറ്റച്ചട്ടം ഉള്ളതുകൊണ്ട് സർക്കാരിന് ഇതിലൊക്കെ ഇടപെടാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഉടൻ തന്നെ ഇടപെട്ട് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കേണ്ടതായിരുന്നു. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കിയിരുന്നെങ്കിൽ. തിരുവമ്പാടി ദേവസ്വത്തിന്റെ പ്രസിഡന്റ്